ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഓർക്കുകയാണ്, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, കുറച്ചൊന്ന് ഡയറ്റ് നോക്കണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഭക്ഷണം കഴിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്ഷണം കഴിപ്പാണ്. അപ്പോൾ ഇനി ഒരു 10-12 ദിവസം കൂടെ കഴിയുമ്പോൾ എനിക്ക് തിരിച്ചും പോകണം. അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് മുതൽ ഒരു സൗത്ത് ഇന്ത്യൻ ഡയറ്റ് പ്ലാൻ നോക്കാൻ പോവുകയാണേ. ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ നാട്ടിൽ പോയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുറച്ച് ഡയറ്റ് നോക്കാമെന്നൊക്കെ. അതൊക്കെ വെള്ളത്തിലായിക്കോട്ടെ, ഒന്നും നടക്കാനില്ല. എന്നും നല്ലതായിട്ട് ഫുഡും കഴിക്കും, കുറച്ച് നടക്കാൻ പോകുമെന്നുള്ളത് മാത്രമാണ് ആകെ ഞാൻ ചെയ്യുന്ന ഒരു ഇത്. ഞാൻ പറയുമല്ലോ, എക്സസൈസ് അല്ല. പിന്നെ നമ്മളത് തന്നെ പറയും, വാക്കിംഗ് ഈസ് നോട്ട് ആൻ എക്സസൈസ്, ഇറ്റ്സ് ജസ്റ്റ് ആൻ ആക്ടിവിറ്റി. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാം. കാരണം നമ്മൾ അവിടുന്ന് വരുന്ന സമയത്ത് നാട്ടിലെ ഫുഡിനോടൊക്കെ ഭയങ്കര ക്രേവിങ് അല്ലേ. അപ്പോൾ നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഒരു 10-15 ദിവസമായപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ചൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് എത്ര ദിവസത്തേക്ക് നടക്കുമെന്ന് അറിയത്തില്ല. ഏതായാലും ഇന്നത്തെ ഉച്ച വരെയുള്ള ഞാനൊരു ഡയറ്റ് ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയാം കേട്ടോ. വൈകുന്നേരം ഞാൻ കഴിക്കുന്ന കാര്യവും പറയാം. വീഡിയോ എടുക്കുന്നില്ല, ഉച്ച വരെയുള്ള വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. സാധാരണ ഞാൻ എഴുന്നേറ്റുമ്പോൾ അമ്മയൊക്കെ ഇവിടെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയാകുമോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നതായിരിക്കും. ഇന്ന് പക്ഷേ അമ്പലത്തിൽ പോയില്ല. അല്ലെങ്കിൽ ഇവർ രാവിലെ അമ്മയൊക്കെ ഒരു 5:45 അമ്പലത്തിൽ പോവും, 6:15 ആകുമ്പോഴത്തേനും തിരിച്ചു വരും. 6:45 ആകുമ്പോഴത്തേനും തിരിച്ചു വരും. അങ്ങനെയാണ് ഇവരുടെ റുട്ടീൻ കേട്ടോ. പക്ഷേ ഇന്ന് പോയിട്ടില്ല. അപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അവിടുത്തെ പോലെ തന്നെ രാവിലെ ചെറിയ ചൂടുവെള്ളം ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കഴിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പം ഒരു ഫ്രൂട്ടും ഇല്ല. ആകപ്പാടെ ഉള്ളത് നമ്മുടെ അവോക്കാഡോ കേട്ടോ. അതെനിക്ക് ഇഷ്ടമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒരു പകുതിയും കൂടെ കഴിച്ചു. അവോക്കാഡോ നല്ല കാലറി ഉള്ള ഫുഡാണ്. അത് നല്ല സ്മൂതി ഉണ്ടാക്കുമോ, ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിൽ ബ്രെഡിൻ്റെ പുറത്തൊക്കെ ബട്ടർ പോലെ അവോക്കാഡോ തേച്ചിട്ട് കഴിക്കാം. പിന്നെ അവോക്കാഡോ സ്കിന്നിന് ഭയങ്കര നല്ലതാണല്ലോ. എന്തായാലും അത് കുറച്ച് കഴിച്ചു. കുറച്ച് നേരം ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിരുന്നു. അപ്പം ഞാൻ സാധാരണ അവിടെ വെച്ചെന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായ കുടിക്കാറ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അച്ഛൻ എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തത്. അപ്പോൾ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഞാനിപ്പോൾ വെള്ളം കുടിച്ചിട്ട് പിന്നെ ഒരു ചായയും കൂടെ കുടിക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് എൻ്റെ രാവിലത്തെ ചായ എന്നും സ്കിപ്പാണ് കേട്ടോ. ഒരു കണക്കിന് നന്നായി, രാവിലെ ഒരു ചായ ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് നേരെ ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞാനിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ 8 മണിയാകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പം എന്തെങ്കിലും ഒരു 1/2 കപ്പ് ചായ അല്ലെങ്കിൽ ഗ്രീൻ ടീ അങ്ങനെ എന്തെങ്കിലും ചിലപ്പം കുടിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇന്നത്തെ കാര്യം മാത്രമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫ്ലോപ്പായിട്ടുള്ള ആഹാരമായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എങ്ങനെ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബേക്കറി സാധനവും കഴിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം പോകെ എന്താകുമെന്ന്. അപ്പം ഞാനിങ്ങനെ രാവിലെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ മഴയ്ക്ക് ആദ്യം ഭയങ്കരമായിട്ട് മൂടിയത്, പക്ഷേ ഇപ്പം ഇച്ചിരി ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. നല്ലതായിട്ടൊന്ന് തെളിഞ്ഞ് വരും. അത് കഴിഞ്ഞ് നമ്മൾ തുണിയൊക്കെ വെളിയിൽ കൊണ്ട് ഉണങ്ങാനിടും, ഉടനെ മഴ വരും, പിന്നെ അതെടുക്കും. ഇത് തന്നെയാണ്. പിന്നെ എന്താ പറയുന്നത്, നമ്മളെ ദുരിതത്തിലാക്കുന്ന ഒരു മഴ വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ജില്ലകളിലും, അല്ലേ. തിരുവനന്തപുരത്തൊന്നും മഴയില്ലെന്ന് പറയുന്നു. ഇത് നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഈ ഒരു ഇതാണ് കേട്ടോ. മഴയുണ്ട്, പിന്നെ കുറച്ച് നേരം തെളിഞ്ഞ് നിൽക്കും. അതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരുടെയും ജോലികളും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി. നമ്മുടെ നല്ല രസമാണല്ലോ അവിടെ രാവിലെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നും ഒരു ഇലക്കറി കഴിക്കും, ഒരു കരിക്ക് കഴിക്കും, പിന്നെന്തായിരുന്നു, എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും നല്ല ഫ്രൂട്ട് കഴിക്കും. അവിടെ കിട്ടാത്ത ഏതെങ്കിലും ഫ്രൂട്ട്. മാംഗോസ്റ്റിൻ ഞാൻ തപ്പി നടന്നിട്ട് ഇതുവരെ എനിക്ക് മാംഗോസ്റ്റിൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പം നോക്കി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇലക്കറിക്ക് നമുക്കൊന്നും ഇല്ല. അപ്പോൾ ചീരയില്ല. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മുടെ ഈ മൈസൂർ ചീര എന്ന് പറഞ്ഞിട്ടൊരു സൈസ് ചീരയുണ്ട്. പല നാടുകളിൽ അതിന് പല പേരാണ് കേട്ടോ. ചിലർ വേലിച്ചീര എന്ന് പറയും, മൈസൂർ ചീര എന്ന് പറയും. അത് ഇടയ്ക്ക് ഭയങ്കര പോയിസണസ് ആണെന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തവണ അത് കഴിച്ചിട്ടേ ഇല്ല ഞാൻ. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടുള്ളൊരു പറമ്പ്, അവിടെ ചിലപ്പോൾ 2-3 കാണാം. അവിടെ നിന്ന് ഉണ്ടെങ്കിൽ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അത് മനസ്സിലോർത്തോണ്ടാട്ടോ ഞാനിങ്ങനെ ഇറങ്ങുക താഴോട്ടെ. പക്ഷേങ്കിൽ ഫ്ലോപ്പായി പോയിട്ടോ, എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനതിങ്ങനെ ഈ വർഷം ഇനി എവിടെ നിന്ന് കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. തറവാട്ടിൽ പോയപ്പോൾ ചോദിക്കേണ്ട, അത് ചിലപ്പം കൊച്ചമ്മയുടെ അവിടെ കാണുമായിരിക്കും അല്ലേ. നോക്കാം, എവിടെന്നെങ്കിലും കഴിച്ചിട്ട് ഞാൻ ഇപ്രാവശ്യം പോകത്തുള്ളൂ. കാരണം പക്ഷേ നമ്മുടെ താഴത്തെ പറമ്പിൽ കാണാറുള്ളതാണ്. പക്ഷെ കാട് കയറി കിടക്കുക, അതിനകത്തോട്ട് കയറാനൊരു പേടി. ഇതൊക്കെ ഇഞ്ചി തൈയും മഞ്ഞളും നമ്മുടെ എന്താ പറയുക മുളകും ഒക്കെയാണ് കേട്ടോ. ചേമ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താഴത്തെ മറ്റേ പറമ്പിൽ അവിടെ ഭയങ്കരമായിട്ട് കാട് കയറി. അപ്പോൾ അവിടെ ഒന്നുമില്ല, അതിനകത്തോട്ട് കയറാൻ എനിക്ക് പേടിയാണ്. കാരണം ഈ സമയത്താണല്ലോ നമ്മുടെ പാമ്പും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കയറി നേരെ റോഡിൽ നിന്ന് നോക്കിയിട്ടൊന്നും ഞാൻ കണ്ടുമില്ല കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ചീര പരിപാടി ഫ്ലോപ്പായി. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിരുന്നപ്പോഴാണ് നമുക്ക് മുരിങ്ങയുണ്ടല്ലോ, മുരിങ്ങയില കഴിക്കാം. മുരിങ്ങയില ഏറ്റവും നല്ലതാണല്ലോ. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയായിരുന്നു മുരിങ്ങയില കഴിക്കാം, മുരിങ്ങയില കൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ മുരിങ്ങയിലയും പരിപ്പും കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും ഇലക്കറി ഞാൻ കഴിച്ചിരിക്കും കേട്ടോ, മസ്റ്റായിട്ടും. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ കഴിക്കാൻ എന്നൊന്നും ഇലക്കറി കഴിക്കണം, അവിടെ ആകപ്പാടെ ഒരു പാലക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പം എന്തെങ്കിലും ഒരു ഇലക്കറി കഴിക്കണം എന്നുള്ള മസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ല. അപ്പോൾ ഇത്രയും ദിവസം ചുമലച്ചീര, മുരിങ്ങയില കഴിച്ചു, ചുമലച്ചീര കഴിച്ചു. ഇനി ആ വെള്ളച്ചീര, അതായത് നമ്മുടെ പച്ചച്ചീരയും കൂടെ വാങ്ങിക്കണം എന്നുണ്ട്, അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതും കുറച്ച് തോരൻ വയ്ക്കണം. അപ്പോൾ എന്നും ഞാൻ ചീര കഴിക്കും, ഏതെങ്കിലും ഒരില കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്, അതായത് കഴിക്കുന്ന കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷേ ബാക്കി ഫുഡും അതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പ്രോബ്ലം. എന്തായാലും നോക്കാം. അപ്പോൾ ഇവ നോക്കിയത് കരിവേപ്പിലൊക്കെ നല്ലതായിട്ട് നിൽപ്പുണ്ട്, പക്ഷേങ്കിൽ കാട് പിടിച്ച് കിടക്കുന്നു എല്ലായിടും. ഇനിയും ഇതൊക്കെ തെളിപ്പിച്ച് കഴിയുമ്പോൾ നല്ല രസമായിട്ടോ ഇതിനകത്തോടെ നടക്കാനായിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ മഴയല്ലേ, മഴയാകുമ്പോൾ എത്ര തെളിപ്പിച്ചാലും പിന്നെ അതങ്ങോട്ട് കാട് കയറും, കുറച്ചൊന്ന് മഴ ഒതുങ്ങട്ടെ എന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ ചുറ്റി, എനിക്ക് വേലിച്ചീരയും കിട്ടില്ല, ഒരു ചീരയും കിട്ടില്ല. ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് ചെന്നപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം ആയാറില്ല. ഇന്ന് ആസ് യൂഷ്വൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റേപ്പിൾ ഫുഡാണ് കേട്ടോ, ഒന്നെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി മെയിനായിട്ടും, പിന്നെ അപ്പം പുട്ടൊക്കെ ഉണ്ട്. എന്നാലും മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ആയിരിക്കും. അപ്പോൾ ഇന്ന് ഇഡ്ഡലി സാമ്പാറാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, അത് ഞാൻ ഒരു ഇഡ്ഡലി 2 ഇഡ്ഡലി കഴിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ 2 ഇഡ്ഡലി കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഒരു ഇഡ്ഡലിയെ ഞാൻ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ജയിച്ചില്ലേ. അപ്പോൾ പാൽ കൊണ്ടുവച്ചിട്ടുണ്ട്, പാലൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ അകത്തോട്ട് കയറി പോവുകയാണ്. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സമയം 8 മണി 7:45 കഴിഞ്ഞു കേട്ടോ. 7:45 ആകുമ്പോഴത്തേനും നമ്മുടെ അവിടെ എല്ലാം റെഡിയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അപ്പം ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പം നമ്മുടെ ശംഖുപുഷ്പം പറിച്ചുകൊണ്ട് വന്നു. ഇപ്പം ശംഖുപുഷ്പം കൊണ്ടുള്ള ചായ കുടിക്കാമെന്ന് വെച്ചാൽ ബ്ലൂ ടീ, അതാണല്ലോ, അതും ഒരു ഹെൽത്തി ഓപ്ഷനാണ്. ഇവിടെ എല്ലാവരും കുടിക്കുന്നുണ്ട് കേട്ടോ ഈയിടെയായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴേ നാട്ടിലൊക്കെ എല്ലാവരും ബ്ലൂ ടീ ആണ് കുടിക്കുന്നത്, ഹൈബിസ്കസ് ടീ, ബ്ലൂ ടീ ഒക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനും ഉണ്ടാക്കിയേക്കാം കുറച്ച് ബ്ലൂ ടീ എന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലിയുടെ കൂടെ ഞാനിത് കഴിച്ചോളാം എന്ന് വിചാരിച്ചു. അപ്പം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി, നമ്മുടെ ഇൻടേക്ക് വെള്ളം കുടിക്കണമല്ലോ നന്നായിട്ട്. തണുപ്പത്താണെങ്കിൽ വെള്ളം കുടിക്കാനും തോന്നത്തില്ല. അങ്ങനെ ഞാൻ അതൊക്കെ ഉണ്ടാക്കി എടുത്ത്. അതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് കുറേ എണ്ണ ഇടുമ്പോഴത്തേനും ഒരു വേറെ ഒരു കളർ വരും. കുറച്ച് നമ്മൾ 2-3 എണ്ണ ഇട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുകയാണെങ്കിൽ പകുതി വരെ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു കളറാണ് കേട്ടോ. ഈ കൂടുതൽ ശംഖുപുഷ്പം ഇടുമ്പോൾ അതിൻ്റെ ചായക്കൊരു ചൊവയും കൂടെ വരുന്നുണ്ട്, എന്തോ ഒരു അഴുക്കൊരു ടേസ്റ്റ്. ഇതാകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ടേസ്റ്റ്, ചൂടുവെള്ളം കുടിക്കുന്ന ടേസ്റ്റ് മാത്രമേ ഉള്ളൂ, കളറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് നല്ല ഗുണങ്ങളൊക്കെ ഇടങ്ങണ്ട. പൂവിൻ്റെ കളർ മുഴുവൻ ഫുള്ളങ്ങ് മാറി. അപ്പോൾ ഞാൻ ഇഡ്ഡലി എടുക്കാം, ഇതും കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു ഇഡ്ഡലി 2 ഇഡ്ഡലി എടുത്തു. പക്ഷേ ഒരു ഇഡ്ഡലി അത് കഴിഞ്ഞ് അമ്മയ്ക്കങ്ങ് തിരിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ ഒരു ഇഡ്ഡലിയേ കഴിച്ചുള്ളൂ. പിന്നെ കുറേ സാമ്പാറിനകത്ത് കഷ്ണങ്ങളെല്ലാം ഞാൻ കഴിക്കും കേട്ടോ. എനിക്ക് വെണ്ടയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, അങ്ങനെ നല്ലതായിട്ട് സാമ്പാറും കൂട്ടി ഒരു ഇഡ്ഡലിയേ കഴിച്ചുള്ളൂ. ഒരു ഇഡ്ഡലി കഴിച്ചു, ഈ എന്താ പറയുന്നത് ചായയും കുടിച്ചു. പിന്നെ അമ്മ എന്നെ ഇത് ഒരു ഹോർലിക്സിൻ്റെ കുറച്ച് പകുതി അമ്മ കുടിക്കാനെടുത്ത പകുതി എനിക്ക് അത് ഇച്ചിരി കഴിച്ചു. അപ്പോഴത്തേനും നമ്മുടെ ഡെയിലി ഡോസ് ഓഫ് കരിക്ക് വന്നു. അപ്പോഴത്തേക്കല്ല കേട്ടോ, 11 മണിയായി. കരിക്ക് വന്നു. അപ്പോൾ കരിക്കിനകത്ത് വെള്ളം നന്നായിട്ടുണ്ട്, പക്ഷേ കഴിക്കാനായിട്ടൊന്നുമില്ല, തീരെ കുറവാട്ടോ. അപ്പം ഞാൻ ഓർത്തു ഉള്ളതാവട്ടെ എന്ന് വെച്ച് കഴിച്ചു. അപ്പോൾ അമ്മ മുരിങ്ങയില പറിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. മുരിങ്ങയിലയും പരിപ്പും കൂടി ഇട്ടുള്ള കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? മുരിങ്ങയിലയും പരിപ്പും കൂടി ഇട്ട് മിക്കവരും കഴിക്കുന്നതായിരിക്കും അല്ലേ. ഈ മുരിങ്ങയില ഭയങ്കര അടത്താൻ ഭയങ്കര ഓരോ ഇല ഇങ്ങനെ നോക്കി നിന്ന് അടത്തണമല്ലോ. എനിക്കതിനുള്ള അത്ര പേഷ്യൻസ് ഇല്ല കേട്ടോ. അമ്മ അതെല്ലാം ഓരോന്നോരോന്നെടുത്ത് അടത്തുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് മുരിങ്ങയില കറിയുടെ അമ്മ ചോറായിരിക്കും, പക്ഷെ ഞാൻ ചോറ് കഴിക്കുന്നില്ല, ചപ്പാത്തി കഴിച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് ഞാൻ ചപ്പാത്തി ഇടാം. അമ്മ പറഞ്ഞു വേറെ ഉച്ചയ്ക്ക് അങ്ങ് ചോറ് കഴിക്കും, വൈകുന്നേരം ചപ്പാത്തി കഴിക്കാമല്ലോ. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ദിവസം ഞാൻ ചോറ് കഴിക്കുന്നില്ല എന്ന് വെച്ചെന്ന് പറഞ്ഞു. 2 ചപ്പാത്തി കഴിക്കാം. അപ്പോൾ ചപ്പാത്തിക്ക് ഈ മുരിങ്ങയിലയുടെ കറി നല്ല രസമാണ്. അല്ലെങ്കിൽ ആദ്യം ഞാൻ മുട്ട ഉണ്ടാക്കാമെന്ന് വെച്ചായിരുന്നു, മുട്ട ടൊമാറ്റോ ഇട്ട്. പക്ഷേ അതല്ല, ഇത് തന്നെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അമ്മയുടെ കൂടെ ഇരുന്ന് അതൊക്കെ കുറച്ച് നേരം പറിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കരിക്ക് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്, അതും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നടക്കുവാണ്. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ പ്ലാൻ ചെയ്യുന്നൊന്നും നടക്കുന്ന ലക്ഷണമില്ല. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് വന്നത്, ഇവിടെ വന്നപ്പോൾ ഡയറ്റ് നോക്കണം ശരിക്കും, പക്ഷെ ഒന്നും നടന്നില്ല. ഫുഡ് കണ്ടു, കഴിച്ചു, പിന്നെ കുറേ ഔട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു എല്ലാം. അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ താഴെ തറവാട്ടിൽ നിന്ന് അവിടെ വഴിപാടുണ്ടായിരുന്നു, ദേവിയുടെ അമ്പലത്തിൽ പാൽപ്പായസം കൊണ്ടുവന്നു. അപ്പോഴോ ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് നല്ല ചൂട് പാൽപ്പായസം, ശൈശ്യം വഴിപാട് കഴിക്കുമ്പോൾ കിട്ടുന്ന പാൽപ്പായസം, നല്ല ചൂടായിട്ടുള്ള, എങ്ങനെ കുടിക്കാതിരിക്കും.
പിന്നെ ഞാനൊരു കുറച്ച് ഇത് എടുക്കുന്ന മുഴുവനൊന്നും ഞാൻ കുടിച്ചില്ല കേട്ടോ, കുറച്ച് കുടിച്ചു. ഭയങ്കര ടേസ്റ്റ്. അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പായസത്തിന് ഒരു ഭയങ്കര ടേസ്റ്റല്ലേ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എങ്ങനെ വേണ്ടെന്ന് വെക്കും. ഇതിൻ്റെ പകുതി അത് കുടിച്ചു. അപ്പോൾ ഒരു എന്ത് ചെയ്യാനാ പോട്ടെ. അപ്പോൾ അമ്മ വട്ടയപ്പം ഉണ്ടാക്കി. പക്ഷേ എനിക്ക് ഭയങ്കര കൺട്രോളായിരുന്നു. ഞാൻ ഉച്ചവരെ വട്ടയപ്പം കഴിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് ഞാൻ കഴിക്കത്തില്ലെന്ന് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ആ പ്ലേറ്റ് അതിനകത്തോട്ട് കുടുങ്ങിപ്പോയി. അതെടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അതിങ്ങനെ വലിച്ച് അതായത് ആ പ്ലേറ്റ് എന്ത് ഫിക്സ് ആയിപ്പോയി, എടുക്കാൻ പറ്റുന്നില്ല. ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് പിടിക്കുകയാണ്. അങ്ങനെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോരോ സംഗതികൾ ഉണ്ടാക്കും, നമുക്ക് അവിടെ ഉണ്ടാക്കാത്ത സംഗതികളൊക്കെ. അതൊക്കെ കാണുമ്പം പക്ഷേ ഇന്ന് ഞാൻ പിടിച്ചു നിന്നുകൊണ്ട് ഞാൻ എന്തായാലും വട്ടയപ്പം കഴിക്കത്തില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൺഡേ, അതായത് നെക്സ്റ്റ് വീക്ക് കമ്മിങ് വീക്കിൽ നമ്മൾ ഗുരുവായൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്തത്, ഞാനും അമ്മയും അച്ഛനും കൂടെ. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തു നിന്ന് ട്രെയിൻ എടുത്തിട്ട് പോകും. എന്നിട്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസം തിരിച്ച് വരാനുള്ള പ്ലാനാണ്. അപ്പോൾ അത് ഫിക്സ് മൺഡേ വേണോ അതോ അടുത്ത മൺഡേ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്കുള്ള ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ഈ സമയത്ത് ഒരു കാപ്പി വേണ്ടത് കേട്ടോ. അമ്മയും കുടിക്കുക, ചേച്ചിയും കുടിക്കും. ഇവർ പക്ഷേ കുടിക്കുന്നത് നമ്മുടെ ഫിൽറ്റർ കോഫി, ജയാ കോഫി എന്ന് പറയുന്നത്. ഇത് അമ്മ കാണിക്കാതെ ഞങ്ങൾ കുടിക്കുന്നത്. എനിക്ക് പക്ഷേ നാട്ടിലെ കാപ്പിപ്പൊടി ഇഷ്ടമല്ലോ. എനിക്ക് നെസ്കഫയോ അല്ലെങ്കിൽ ബ്രൂവിൻ്റെ കട്ടൻ കാപ്പിയാണ് ഇഷ്ടം. ഇവർക്കൊക്കെ ഇതാണ് ഇഷ്ടം, അതായത് തനി നാടൻ കാപ്പിപ്പൊടി. അപ്പോൾ ഇത് വെച്ചുള്ളൊരു സ്ട്രോങ് കാപ്പി ഇവർ ഈ സമയത്ത് അമ്മയും ചേച്ചിയും കൂടെ കുടിക്കും. അതിനതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ കുടിച്ചില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചിട്ടെല്ലാം വന്നപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള സമയം. അപ്പോൾ ഞാൻ ആട്ട കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കിയേക്കാം. ആരെങ്കിലും അമ്മ ആദ്യം പറഞ്ഞു കഴിക്കാതെ, പിന്നെ പറഞ്ഞു വേണ്ട ഞാൻ വൈകിട്ട് കഴിച്ചോളാം, എനിക്ക് ഉണ്ടാക്കി വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിന്ന് ആട്ട കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ചപ്പാത്തിയും ചോറും തമ്മിൽ വലിയ വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരു തോന്നലുണ്ടല്ലേ ചപ്പാത്തി കഴിക്കുമ്പോഴാണോ ചോറ് കഴിക്കുമ്പോഴാണോ നല്ലതെന്ന്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൺസെപ്റ്റ് എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് കഴിക്കുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റി, നമ്മുടെ നല്ല കറികളൊക്കെ കൂട്ടി ചോറ് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കഴിക്കും. നമുക്കതിൻ്റെ അളവ് അറിയാൻ പറ്റത്തില്ല. ചപ്പാത്തി ആകുമ്പോൾ നമ്മൾ 2 ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പിന്നെ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ചപ്പാത്തിയും ചോറുമായിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ചോറ് കഴിക്കുന്നതുകൊണ്ട് വെയിറ്റ് കൂടും അങ്ങനെയൊന്നുമില്ല. അതായത് കറക്റ്റ് ഒരു തവി ചോറെന്ന് പറഞ്ഞാൽ അത്ര മാത്രം കഴിക്കുക. അതായത് 100 grams ഓഫ് റൈസ്, അതായത് അതാണ് ഞാൻ ഇവിടെ ഇല്ല, ഒരു ചെറിയ വെയിങ് മെഷീൻ ഉണ്ട് എനിക്കവിടെ. അതിനകത്ത് ഞാനിങ്ങനെ നമ്മളെല്ലാം ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നമ്മുടെ 450, അതായത് 500 ഗ്രാംസിൽ 500 കാലറീസിൽ വരുന്നത്ര ഫുഡ് അത് നമ്മളിങ്ങനെ ചെയ്ത് അതിൻ്റെ കാലറി നോക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് കുറേ ഒരു നല്ല പെടാപ്പാട് ഞാൻ പെടേണ്ടി വരും. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളെയും കൂട്ടാം. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ 1 കിലോ, അതായത് എനിക്കൊരു 3 to 3.5 kg വരെ കുറയ്ക്കണം. അതിനുള്ള ഡയറ്റ് പ്ലാനും അതിനുള്ള വർക്കൗട്ടും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കൂടെ അങ്ങനെ ആ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് വീക്കിൽ കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, ഒരു സ്റ്റേക്കേഷനുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് അടിപൊളി വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നത്. അടിപൊളി വീഡിയോസ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ വീഡിയോസ് കേട്ടോ. എൻ്റെ വീഡിയോ ഞാനിങ്ങനെയൊക്കെ ആണല്ലോ എടുക്കുന്നത്. കുറച്ച് എടുത്ത് വരുമ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുമായിരിക്കും. അങ്ങനെ ഇത് ഞാൻ എപ്പോഴും പറയും, ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ എന്നൊക്കെ. കമൻറ്റുകൾ വായിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പറയുകയാണെങ്കിൽ വേറെ നമുക്കതനുസരിച്ച് വീഡിയോസൊക്കെ ഇടാമല്ലോ. അപ്പം ഞാനിങ്ങനെ നാട്ടിൽ വന്നിട്ട് പ്രാവശ്യം കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രം സീമാട്ടി ഇപ്പം വെറുതെ ചെറിയ ഒരു ജസ്റ്റ് 2 ടോപ്പ് എടുത്തതേ ഉള്ളൂ. അപ്പം നമ്മൾ ഓണമാകുമ്പോൾ നമുക്കെപ്പോഴും സെറ്റ് ഓർണം എടുത്തുകൊണ്ട് പോകണമല്ലോ. അപ്പോൾ ഞാനോർത്ത് ഗുരുവായൂർ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് സെറ്റ് സാരി എടുക്കാൻ വേണമെങ്കിൽ ഓണത്തിനല്ലേ, അതൊരു നല്ല ഐഡിയ ആണ്. അങ്ങനെ സെറ്റ് സാരി എടുക്കണം. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. എൻ്റെ മീനുണ്ടാക്കുന്ന ചട്ടി പൊട്ടിപ്പോയായിരുന്നു, അത് വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും സാധനം വാങ്ങിച്ചിട്ട് DTDC വഴി കൊറിയർ ചെയ്യും. ഞാൻ കൊണ്ടുപോകാൻ നമുക്ക് 15 കിലോ അല്ലേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് മിച്ചമുള്ള സാധനം പിന്നെ അച്ഛനൊരു കൊറിയറും കൂടി ചെയ്യും. അങ്ങനെ 2 കൊറിയറാണ് ഞാൻ നാട്ടിൽ വന്നാൽ ചെയ്യാറ്. ആദ്യം ഞാൻ പോകുന്നതിന് മുന്നേ ഒരെണ്ണം, പിന്നെ ഞാൻ പോയി കഴിഞ്ഞ് ഒരെണ്ണം. അപ്പോൾ അച്ഛൻ എയർഫോഴ്സിലായിരുന്നുകൊണ്ട് നമ്മൾ ക്യാൻറ്റീനിൽ പോകുമ്പോഴും കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ നമുക്ക്
അവിടെ നല്ല ഹാഫ് പ്രൈസിലാണ് കിട്ടുന്നത്. അതിനകത്തും അങ്ങനെ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ചിലപ്പം കൊറിയർ ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തില്ല, രാഴ്ചയുള്ളപ്പോൾ ഇതൊന്നും നടക്കത്തില്ല, വേറെ പണിയില്ലെന്നൊക്കെ പറയും. പക്ഷെ ഞാനാണെങ്കിൽ ചെയ്യും. കുറേ സോപ്പ്, പേസ്റ്റ്, അങ്ങനെ കുറേ ഈ നമ്മുടെ എന്താ പറയുന്നത് ക്യാൻറ്റീനിൽ എന്തൊരു ഹാഫ് പ്രൈസിലാണ്. ഹോർലിക്സൊക്കെ ഹാഫ് പ്രൈസിലാണ് കിട്ടുന്നത്. എൻഷ്യൂർ, ഹോർലിക്സ്, പിന്നെ നമ്മുടെ ഈ സർഫ് എക്സൽ മാറ്റിക് ലിക്വിഡൊക്കെ ഇല്ല, അതിൻ്റെയൊക്കെ എല്ലാം ഹാഫ് പ്രൈസാണ്. അപ്പോൾ നമ്മൾ കൊറിയർ ഏതായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് സാധനം ഇടാമെന്ന് വിചാരിക്കുന്നു. പോകാൻ പറ്റുവാണെങ്കിൽ പോകും കേട്ടോ. അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി കുറച്ചൊരു എണ്ണ ഞാൻ പരട്ടിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒരു ഭയങ്കര കട്ടിയായിട്ടിരിക്കും, കഴിക്കാൻ തോന്നത്തില്ല. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കൂടെ മുരിങ്ങയില കറിയും ചപ്പാത്തിയും 2 ചപ്പാത്തിയും കഴിക്കാം. പിന്നെ കുറച്ച് മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ, അപ്പോൾ കുറച്ച് മീൻ കറിയും കൂട്ടി കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ നല്ലതായിട്ട് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഇപ്പോൾ ചോറ് കഴിക്കും, വൈകുന്നേരം ചപ്പാത്തി കഴിക്കും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ഇന്ന് ജസ്റ്റ് ഒരു കഞ്ഞി കുടിക്കും, കുറച്ച് കഞ്ഞി, അതായത് നമ്മുടെ ഗോതമ്പിൻ്റെ കഞ്ഞിയിലുണ്ടായിരുന്നു, നമ്മുടെ ദലിയ എന്ന് പറയും, അത് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് വൈകുന്നേരം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരം പിന്നെ ഒരു ചായ കുടിക്കും. ചായയുടെ കൂടെ സ്നാക്സ് ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ കാലറി കൗണ്ട് എന്ന് പറയുന്നത് നല്ല കറക്റ്റാണ്, 1200 കാലറീസേ വരത്തുള്ളൂ. അപ്പോൾ വൈകുന്നേരത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എന്തായിരുന്നു, ഒരു ഇഡ്ഡലിയേ കഴിച്ചുള്ളൂ, സാമ്പാർ, പിന്നെ ഇച്ചിരി പായസം കുടിച്ചിട്ടുണ്ട്, അതൊരു എക്സ്ട്രാ ആയിപ്പോയി. ഉച്ചയ്ക്ക് 2 ചപ്പാത്തി, മുരിങ്ങയിലക്കറിയും പിന്നെ അയലക്കറിയുടെ ഒരു കഷ്ണവും കൂടെയാണ് കഴിച്ചത്. പിന്നെ വൈകുന്നേരം ഒരു ചായ കുടിക്കും. രാത്രിയിൽ 7 മണിക്ക് മുന്നേ 7 മണിയാകുമ്പോൾ നമ്മൾ ദലിയ അതായത് ഗോതമ്പ് കഞ്ഞി കുറച്ച്, അതായത് ഒരു നമ്മുടെ 2 തവി ഇടുന്ന ഗോതമ്പ് കഞ്ഞിയും കുടിക്കും, പാലില്ലാതെ കേട്ടോ, ഉപ്പിട്ടിട്ട്. അതിൻ്റെ കൂടെ ചെറുപയറും കൂടെ കഴിക്കും. ഇതാണ് ഇന്നത്തെ എൻ്റെ, അതായത് ഹെൽത്തി ലഞ്ചും ഹെൽത്തി ഡിന്നറും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നൊരു നല്ല ഹെൽത്തി ഡേ ആണെന്ന് വിചാരിക്കുന്നത്. അത് നടക്കാനും പോകണം, എങ്ങനെയായാലും ഞാൻ നടക്കും. മഴയാണെങ്കിൽ ഞാൻ ഓർക്കുന്നത് ഞാൻ അകത്ത് തന്നെ നടക്കാമല്ലോ, ഓൺ ദ സ്പോട്ട് ജോഗിങ്ങോ റണ്ണിങ്ങോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. സൂര്യ നമസ്കാരം ചെയ്യണം ഇന്ന് രാവിലെ വിചാരിച്ചു, നടന്നില്ല. അപ്പോൾ നാളെ മുതൽ നമ്മൾ കുറച്ച് വർക്കൗട്ട് എന്ന് വിചാരിച്ചാൽ സൂര്യ നമസ്കാരമോ യോഗയോ, അപ്പോൾ എന്തെങ്കിലും ഒരു 10 ദിവസം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഒരു നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറുക കേട്ടോ. ഈ താറുമാറായി കിടന്ന 20 ദിവസത്തെ അത് വിട്ടിട്ട് ഇന്ന് മുതൽ നമ്മൾ ഒത്തിരി പറ്റത്തില്ല, ഇടയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും, എന്നാലും കുറച്ചൊരു ഹെൽത്തി വേയിലിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുതലൊക്കെ എൻ്റെ കൂടെ കൂടുന്നവർക്ക് കൂടാം കേട്ടോ. ഞാൻ പറയാം രാവിലെ എന്താ കഴിക്കുക. അപ്പോൾ നിങ്ങൾ നാളെ മുതൽ തുടങ്ങിയാൽ മതി. അങ്ങനെ നമുക്ക് ഇന്നത്തെ ദിവസം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അങ്ങനെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അവിടെ ഞാൻ ജിമ്മിൽ റീജോയിൻ ചെയ്ത് കഴിയുമ്പം ഞാൻ നമ്മുടെ പതിവ് പോലുള്ള റീൽസൊക്കെ ഇടും. ഇപ്പം ഞാൻ അങ്ങനത്തെ റീൽസൊന്നും അല്ല ഇടുന്നത്. ഇവിടെ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളോ അല്ലെങ്കിൽ ദോശ തിന്ന കാര്യമൊക്കെ ഇന്നലെ ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേ ഉള്ളൂ നമ്മുടെ വർക്കൗട്ട് വീഡിയോസ് വരത്തുള്ളൂ കേട്ടോ. അതുവരെയൊക്കെ നമ്മുടെ ഇവിടെ ഡെയിലി വ്ളോഗും ഇങ്ങനത്തെ കറക്കവും കേരളത്തിലെ മൺസൂണും കേരളത്തിലെ ഫുഡും നമ്മുടെ അടിപൊളി പൊറോട്ടയും അതൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഇതൊക്കെ കണ്ട് എല്ലാവർക്കും വെളിയിലുള്ളവർക്കൊക്കെ കൊതി വരുന്നതായിരിക്കും, നാട്ടിലുള്ളവർക്കും പിന്നെയും കഴിക്കാനൊരു തോന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് അതിപ്പോൾ ഫുൾ ഫുഡാണെന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ സാരമില്ല, ഞാൻ നാട്ടിൽ വരുമ്പോൾ എനിക്ക് മെയിൻ കോൺസെൻട്രേഷൻ ഫുഡിലാണ്. എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഓർത്ത് നോക്കാം, ഞാൻ എന്നിട്ടും എന്ത് പാടുപെട്ടായിരിക്കും ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട്. പക്ഷെ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, ഞാനൊരു 65 കിലോസൊക്കെ ഈസി ആയിട്ടായി പോയിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് കൺട്രോൾ ചെയ്യാനുള്ള വിൽ പവർ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ നാളുകൂടിയൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം അത്രയും വിൽ പവർ ഇല്ലാത്ത. എന്നും നിൽക്കുകയാണെങ്കിൽ ചെയ്യുമായിരിക്കും വർക്കൗട്ട്. പക്ഷേ ഇതുപോലെ നമ്മുടെ അവിടുത്തെ പോലെ വർക്കൗട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം, അത്രയും ജിമ്മിൽ പോകാനുള്ളൊരു സാഹചര്യം ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അത്രയും അങ്ങോട്ട് ആൾക്കാർ, ഒന്നാമത് നമ്മുടെ ഒരു ഗ്രാമപ്രദേശമാണല്ലോ. അപ്പം ഇവിടെ നിന്നുകൊണ്ട് അതൊക്കെ പാടാണ്. അവിടെയാണുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ലേ ആണെങ്കിൽ നമ്മൾ കോട്ടയത്തും എല്ലാം പോയി ജോയിൻ ചെയ്യുമായിരിക്കും, അറിയത്തില്ല. ഏതായാലും ഇപ്പം നമ്മൾ അവിടെയാണല്ലോ, നമുക്ക് അവിടെ ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ ജിമ്മ്, ഏരിയൽ യോഗ എല്ലാം ഉണ്ട്. അതും നമ്മുടെ 2 മിനിറ്റ് ചുറ്റളവിൽ എല്ലാ സംഗതികളും ഉള്ള ഒരു സിറ്റിയുടെ നടുക്കാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് എനിക്കതിനൊന്നും പ്രയാസമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ചെയ്യുന്ന കുറേ ഫ്രണ്ട്സും ഉണ്ട്, മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫ് കേരളത്തിലെ ഓൾമോസ്റ്റ് ഇപ്പം, അതായത് ഈ പ്രാവശ്യത്തെ കേരളത്തിലെ വെക്കേഷൻ കഴിയാറായി. ഒരു 10-12 ദിവസം കൂടെ ഇതേ രീതിയിലൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോർമൽ ലൈഫ്. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വിധി. ആദ്യം ഒരു ബൈ പറഞ്ഞാൽ പിന്നെയും പറയാം. താങ്ക് യു. ബൈ ലക്ഷ്മി. ടേക്ക് കെയർ.